സൂപ്പർ താരങ്ങളിൽ മോഹൻലാൽ മാത്രമാണ് ഇന്നത്തെ യോഗത്തിലെത്തിയത്. കൂടുതൽ പൊട്ടിത്തെറികളില്ലാതെ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കണമെന്ന് മോഹൻലാൽ ആവശ്യപ്പെട്ടു. അതേസമയം മമ്മൂട്ടി, ആസിഫലി അടക്കമുള്ള താരങ്ങളുടെ സാന്നിധ്യവും ചർച്ചയാകുന്നുണ്ട്. അർജുൻ മട്ടന്നൂർ വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, മോഹൻലാൽ വൈകാരികമായാണ് പ്രതികരിച്ചത് എന്ന് പറയുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമാണ്. കാരണം മുതിർന്ന താരങ്ങളുടെ അടക്കം പരിപാലനം, അവർക്ക് നൽകുന്ന സഹായം, ഇങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങളോട് കൂടിയാണ് ഒരു സംഘടന രൂപീകരിക്കുന്നത്. അത് വഴിവിട്ടു പോവുകയും ഇന്ന് പല അതിലെ അംഗങ്ങൾ തന്നെ വേദിയിൽ കയറി പറഞ്ഞതുപോലെ ചീഞ്ഞളിഞ്ഞു നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും എത്രയെത്ര ആരോപണങ്ങളാണ്, മതപരമായ ആരോപണങ്ങൾ ഉണ്ടായെന്നും വ്യാജ കേസ് കൊടുക്കാനുള്ള ആരോപണങ്ങൾ ഉണ്ടായെന്നും കയ്യേറ്റം ചെയ്യാനുണ്ടായ ആരോപണങ്ങൾ ഉണ്ടായെന്നും അതുപോലെ അപവാദം പറഞ്ഞു ഫലിപ്പിക്കാനുള്ള ആരോപണങ്ങൾ ഉണ്ടായെന്നും ഇങ്ങനെ എന്തൊക്കെയാണോ ഒരു നിലവാരം കുറഞ്ഞ സിനിമയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്, ആ നിലയ്ക്കുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്ന ഒരു സംഘടനയെക്കുറിച്ച് മറ്റെന്ത് പറയാനാണ്? തീർച്ചയായും മധു, താരസംഘടനായ അമ്മയുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ എല്ലാ കാലത്തും അതിൻ്റെ പ്രധാനപ്പെട്ട താരങ്ങളുണ്ടായിരുന്നു, സൂപ്പർ താരങ്ങളുണ്ടായിരുന്നു, അല്ലെങ്കിൽ മുതിർന്ന താരങ്ങളുണ്ടായിരുന്നു. നേരത്തെ ഇന്നസെൻ്റ് ഏറെക്കാലം അതിൻ്റെ പ്രസിഡന്റായി നിന്നിരുന്നു. അതിനുശേഷം മോഹൻലാൽ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ തന്നെ ഇത്തരം ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പരാതികൾ വന്നാൽ സ്വാഭാവികമായും അതിൽ ഭരണപരമായ തീരുമാനങ്ങൾ അവരെടുക്കുന്നു. അതിനപ്പുറത്തേക്ക് തർക്കങ്ങളിലേക്ക് സംഘടന പോകാറില്ല എന്നതായിരുന്നു ഒരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ കഴിഞ്ഞ തവണ പ്രസിഡന്റായി മോഹൻലാൽ തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെയാണ് സിദ്ദിഖ് അടക്കമുള്ളവർക്കെതിരെ ആരോപണങ്ങൾ വരികയും അത്തരത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സംഘടന കൃത്യമായ നിലപാടെടുത്തിട്ടില്ല എന്ന ആക്ഷേപം പുറത്തു വരികയും ചെയ്തത്. അതിനുശേഷമാണ് മോഹൻലാൽ അടക്കം ആ ഭരണസമിതി ഒന്നാകെ പിരിച്ചുവിട്ടുകൊണ്ട് ഇനി അടുത്ത തലമുറ വരട്ടെ എന്ന തീരുമാനത്തിലേക്ക് അവർ മാറുകയും ചെയ്തത്. അടുത്ത തലമുറ വരുമ്പോൾ, പ്രത്യേകിച്ച് വനിതാ നേതൃത്വം വരുമ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു പ്രത്യേകിച്ച് താരങ്ങൾക്കടക്കം ഉണ്ടായിരുന്നത്. പക്ഷേ മറിച്ചാണ് സംഭവിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഇത്തരത്തിൽ എല്ലാവർക്കും സ്വീകാര്യരായ നേതാക്കൾ അല്ലെങ്കിൽ നേതൃത്വം ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരവരുടെ വിഷയങ്ങൾ അവർ ഉന്നയിക്കുകയും അതിൽ പരാതിയിൽ പരിഹാരമായിട്ടില്ലെങ്കിൽ മറ്റ് നടപടിയിലേക്ക് പോവുകയും പരസ്പരം ചളിവാരി എറിയുകയും ചെയ്യുന്നു എന്നതാണ് ഇപ്പോൾ അമ്മയിൽ നടക്കുകയും ചെയ്തത്. ഇന്നത്തെ ജനറൽ ബോഡി യോഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മമ്മൂട്ടി അടക്കമുള്ള താരങ്ങൾ പങ്കെടുക്കുന്നില്ല എന്ന് തന്നെയാണ്. സ്വാഭാവികമായും വളരെ നേരത്തെ തന്നെ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഒക്കെ തന്നെ തീയതി അല്ലെങ്കിൽ അവരുടെ സൗകര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ജനറൽ ബോഡി യോഗത്തിൻ്റെ തീയതി നിശ്ചയിക്കാറുള്ളത്. ആദ്യം ഈ മാസം 28-നായിരുന്നു നിശ്ചയിച്ചിരുന്നത്. പിന്നീടാണ് ഈ രണ്ട് താരങ്ങൾക്കും പറ്റുന്നൊരു ദിവസം എന്ന് കണ്ടതിനെ തുടർന്നാണ് 21-ാം തീയതി തീരുമാനിക്കുകയും ചെയ്തത്. സുരേഷ് ഗോപി അടക്കമുള്ളവരും സംസ്ഥാനത്ത് ഉണ്ടായിട്ട് പോലും എത്തിയിട്ടില്ല എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഈ ജനറൽ ബോഡി യോഗത്തിന് മുൻപ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നൊരു പ്രതീക്ഷയിലായിരുന്നു ഈ താരങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. പക്ഷേ കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയാണ് ചെയ്തത്. ഈ സാഹചര്യത്തിലാണ് മമ്മൂട്ടി അടക്കമുള്ളവർ വിട്ടുനിൽക്കുന്നത് എന്ന് തന്നെയാണ് സൂചന. അതോടൊപ്പം തന്നെ പൃഥ്വിരാജ്, ആസിഫ് അലി, ടൊവിനോ തോമസ് തുടങ്ങിയ യുവതാരങ്ങളും സാധാരണ ജനറൽ ബോഡി യോഗത്തിൽ പങ്കെടുക്കാറുണ്ട്. പ്രത്യേകിച്ച് ഈ ഇൻഡസ്ട്രിയിലെ മുഴുവൻ താരങ്ങളെയും ഒന്നിച്ച് കാണാനും ഒന്നിച്ചൊരു ദിവസം ചെലവഴിക്കാനും പറ്റുന്ന ഒരു സാഹചര്യം എന്നതുകൊണ്ട് തന്നെ പരമാവധി താരങ്ങൾ ഈ ദിവസം പങ്കെടുക്കാറുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രശ്നങ്ങൾ വന്ന സാഹചര്യത്തിൽ അതിൽ കൂടുതൽ വഷളാകുന്നു എന്ന് കണ്ടതിനെ തുടർന്നാണ് പല താരങ്ങളും വിട്ടുനിൽക്കുന്നത് എന്ന കാര്യം വ്യക്തമാവുകയാണ്. എന്തായാലും മോഹൻലാൽ അടക്കമുള്ളവരുടെ നിലപാട് അത് ഇന്ന് നിർണായകമാകും. പക്ഷേ അവർ പറയുന്നത് രമ്യമായി പ്രശ്നങ്ങൾ പരിഹരിക്കട്ടെ, ആരെങ്കിലും സംഘടന വിട്ട് പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നാണ് മോഹൻലാൽ അടക്കം ആഗ്രഹിക്കുകയും ചെയ്തത്. അത്തരമൊരു പര്യവസാനം ഉണ്ടാകുമോ എന്നതാണ് നമ്മൾ ഇനി കാത്തിരുന്ന് കാണേണ്ടത്. അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയാകും ഈ ഉദ്ഘാടന വേദിയിലേക്ക് എത്തുന്ന സമയത്ത് അൻസിബയെ കൂടി വേദിയിലേക്ക് ക്ഷണിക്കാനൊക്കെ മോഹൻലാൽ തയ്യാറാവുകയും ചെയ്തത്. പക്ഷെ അങ്ങനെ പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നമല്ല എന്ന സൂചനകൾ നൽകിക്കൊണ്ടാണ് ഇപ്പോഴും ഈ പ്രശ്നങ്ങൾ തുടരുന്നത്. ജനറൽ ബോഡി യോഗം തുടരുന്നതിനിടയിൽ അമ്മയിൽ നിന്ന് അൻസിബ ഹസനെ പുറത്താക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഒരു വിഭാഗം. എന്നാൽ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ സൂപ്പർ താരങ്ങളുടെ നിലപാടും നിർണായകമാകും. എസ് ശരൺ വിവരങ്ങൾ നൽകും. ശരൺ, ഈ പ്രശ്ന പരിഹാരത്തിനുള്ള ഒരു ഫോമുല ഉണ്ടാവേണ്ടതുണ്ട്. അതിനാദ്യം ഏറ്റവും ഘടനാപരമായ ചില പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട്. അത് സാമ്പത്തികമായതടക്കമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും സ്വാഭാവികമായും ഈ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്ക് വരിക. അൻസിബയ്ക്കെതിരെ അച്ചടക്ക നടപടിയടക്കം ഇന്നിനി പരിഗണനയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ടോ? മാധു, അച്ചടക്ക നടപടി അടക്കമുള്ള കാര്യം, അത് എൻസിബിക്കെതിരെയുള്ള അച്ചടക്ക നടപടി അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് ചർച്ചയിൽ വരുമോ എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. എന്തായാലും ഒരു വിഭാഗം ഇപ്പോഴും എൻസിബിക്കെതിരെ നടപടി വേണമെന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അവർ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. നേരത്തെ അൻസിബ വലിയ രീതിയിൽ തന്നെ അമ്മ എന്ന സംഘടനയെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു സമീപനത്തോടു കൂടിയാണ് മുന്നോട്ട് പോയെന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നിയമ നടപടികളിലേക്ക് അടക്കം പോയെന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തത്. ടിനി ടോമിനെതിരെ പരാതി നൽകുന്നു, ഒപ്പം തന്നെ ലക്ഷ്മിപ്രിയക്കെതിരെ പരാതി നൽകുന്നു. അതിന് പിന്നാലെ സംഘടന കൃത്യമായി തന്നെ നിലപാടെടുക്കുന്നു. ആ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കരുത് എന്നുള്ള വിലക്ക് ഏർപ്പെടുത്തിയിട്ടും അതിനെ ലംഘിച്ചുകൊണ്ടാണ് അൻസിബ മുന്നോട്ട് പോവുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെ അപകീർത്തികരമായിട്ടുള്ള പരാമർശങ്ങളാണ്
ഈ സംഘടനയ്ക്കെതിരെ അൻസിബ നടത്തിയെന്നുള്ള കാര്യമടക്കമാണ് അവർ പറയുകയും ചെയ്തിരുന്നത്. നേരത്തെ നമുക്കറിയാം 6 പേർക്കാണ് ഈ അച്ചടക്ക ലംഘനത്തിന് നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നത്. അതിൽ ടിനി ടോം അടക്കമുള്ളവർ, ലക്ഷ്മിപ്രിയ അടക്കമുള്ളവർ കൃത്യമായ മറുപടി അമ്മയ്ക്ക് നൽകിയിരുന്നു. പക്ഷേ അൻസിബ അത്തരത്തിൽ മറുപടി നൽകാൻ തയ്യാറായിരുന്നില്ല. അമ്മയുടെ നോട്ടീസ് വ്യക്തമല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു മറുപടിയാണ് നൽകുകയും ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു മറുപടി, ഒരു വ്യക്തമായ മറുപടി നൽകാത്ത ഒരാളെ എങ്ങനെ ഈ സംഘടനയിൽ കൊണ്ടുപോകാനാകും, ഉൾപ്പെടുത്തി കൊണ്ടുപോകാനാകുമെന്നുള്ള ചോദ്യം കൂടിയാണ് അവർ ഉന്നയിക്കുകയും ചെയ്യുന്നത്. എന്തായാലും നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് ചില സൂപ്പർ താരങ്ങളുടെയെങ്കിലും നിലപാട് അൻസിബയ്ക്ക് അനുകൂലമായി മാറുന്നുണ്ടെന്നുള്ളതാണ്. ഇന്ന് രാവിലെ ഈ ജനറൽ ബോഡിയുടെ ഇനോഗ്രേഷൻ നടക്കുന്നതിനിടയിൽ തന്നെ സദസ്സിലുണ്ടായിരുന്ന അൻസിബയെ നടൻ മോഹൻലാൽ വേദിയിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. അതിനുശേഷം അൻസിബയെ കൊണ്ട് തിരി കൊളുത്തുകയെല്ലാം ചെയ്തിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലൊരു പിന്തുണ കൂടിയാണ് മോഹൻലാൽ പ്രഖ്യാപിച്ചത് എന്നുള്ള കൂടിയാണ് ഇവിടെ വിലയിരുത്തുകയും ചെയ്യുന്നത്. എന്തായാലും സൂപ്പർ താരങ്ങളുടെ നിലപാട് കൂടി എന്ന നിബന്ധന ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് ചിലർ. ഒരു വിഭാഗം അതിൽ ഉറച്ചു നിൽക്കുകയുമാണ്. വിലക്കുണ്ടായിട്ടും മാധ്യമങ്ങളോട് സംസാരിച്ചു, സംഘടനയ്ക്കുള്ളിൽ പറയേണ്ട കാര്യങ്ങൾ പുറത്തു പറഞ്ഞു എന്നുള്ളതാണ് അൻസിബ ഹസനെതിരെ അവർ ചൂണ്ടിക്കാണിക്കുന്ന വലിയ വിമർശനം. പക്ഷേ അൻസിബയുടെ ഭാഗത്താണ് ന്യായം എന്ന് പൊതുസമൂഹത്തിൽ തന്നെ വന്ന് പറയാൻ തയ്യാറായവരും ആ സംഘടനയിൽ തന്നെയുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത്തരം ചർച്ചകൾ തുടരുകയുമാണ്.